ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം ജെരമ്യാവിൻ്റെ പുസ്തകം 39 അധ്യായം 17-18 വാക്യമാണ്. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് ഈ ദൂത് പറയുന്നത് സിദക്കിയാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ ഏബേദ് മേലേക്ക് എന്ന ഷണ്ണനോട്. ഇദ്ദേഹത്തോട് ദൈവം പറയുന്ന ഒരാലോചനയാണ്, നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കത്തില്ല, നീ ഇപ്പോൾ ഈ കാണുന്ന അനർത്ഥമൊന്നും നിനക്ക് ഭവിക്കയില്ല, നീ ഭയപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടത്തില്ല, നീ വാളാൽ വീഴുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. 2 പ്രാവശ്യമാണ് പറയുന്നത്, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. ഏബേദ് മെലൊക്കെ, ഞാൻ നിന്നെ വിടുവിക്കും. സ്തോത്രം. നോക്കണം, ഇദ്ദേഹം ഒരു കൂശ്യനാണ്, ഒരു ഇസ്രായേലിയനല്ല, കൂശ്യനായ. യഥാർത്ഥമായും ദൈവത്തിൻ്റെ അനുഗ്രഹം വരേണ്ടത് യഹൂദയ്ക്കും ഇസ്രായേലിനും. കാരണം അബ്രഹാമിലൂടെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് പല വാക്കുകളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് സേരസ് എന്ന് പറയുന്ന ഹാമാൻ്റെ ഭാര്യ പറയുന്ന വാക്കിങ്ങനെയാണ്, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. നോക്കണം, അപ്പം ലോകജാതികൾക്ക് പോലും അറിയാം യഹൂദനൊരു ദൈവമുണ്ട്. അപ്പം യഹൂദൻ്റെ ദൈവം എന്നുള്ളത് വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ വിടുതൽ എന്നുള്ളത് യഹൂദന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കൂശ്യനായ ഏബേദ് മേലോക്കിനോട് യിരെമ്യാവ് പറയുകയാണ്, നിന്നെ വിടുവിക്കും, നിന്നെ വിടുവിക്കും, നീ പേടിക്കുന്ന ആളിൻ്റെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടത്തില്ല, അവരുടെ വാളുകളാൽ നീ കൊല്ലപ്പെടുകയില്ല, നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഇതിന് കാരണം എന്താ എന്നാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. പ്രൈസ് ലോർഡ്. അതിന് കാരണം അറിയണമെങ്കിൽ 38 അധ്യായത്തിലേക്ക് നമ്മൾ പോയി ഒരല്പസമയം അതിനൊന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാരണം അറിയുവാൻ കഴിയുള്ളൂ. 38 അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തോട്, യഹൂദ ജനത്തോട്, സിദക്കിയ രാജാവിനോട് ഒക്കെ പറയണം, ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഞാൻ ഇസ്രായേലിനെ വിട്ടുകൊടുത്തതാണ്. അതിന് കാരണം യിരെമ്യാവ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ വിട്ടുപോയി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നില്ല, അതുകൊണ്ട് കുറേ നാളേക്ക് ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഈ രാജ്യത്തെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് സിദക്കിയാവേ, നീ ചെയ്യേണ്ടത് എന്തെന്നാൽ, നീ ബാബേൽ രാജാവിനോട് അനുരഞ്ജനപ്പെടുക, എന്ന് വെച്ചാൽ ബാബേൽ രാജാവിനെ എതിർക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. അത് യിരെമ്യാവ് പറയുമ്പോൾ ഇസ്രായേലിലെ പ്രഭുക്കന്മാരായ ആളുകൾ വന്നിട്ട്, അതിൻ്റെ 3-ാമത്തെ വാക്യം 38-3 വായിക്കണം. വന്നിട്ട് പറയുന്ന വാക്കിങ്ങനെയാണ്, യിരെമ്യാവ് ബാബേൽ രാജാവിന് വേണ്ടി പ്രവചിക്കുന്നു, ആളുകളെ ഭയപ്പെടുത്തുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ ഒരാളായിട്ട് യിരെമ്യാവിനെ അവതരിപ്പിച്ചു.
പ്രൈസ് ദി ലോർഡ്. അത് വന്ന് സിദക്കിയാവിനോട് പറയുകയാണ്, നീ നോക്ക്, അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ജനത്തെ ബാബേൽ രാജാവിൻ്റെ പക്ഷത്ത് ചേർക്കുവാൻ ബാബേൽ രാജാവിൻ്റെ ഒരാളായിട്ടാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അവനെ കൊന്നുകളയണം, അവനെ ജനത്തിൻ്റെ ഇടയിൽ വച്ചേക്കരുത്, ജനത്തെ അവൻ പ്രവചനം പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പ്രഭുക്കന്മാർ വന്ന് പറയുമ്പോൾ സിദക്കിയാവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ അവൻ ഇരിക്കുന്നു, എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളും. അങ്ങനെ യിരെമ്യാവിനെ ഇവർ പിടിച്ച് പ്രൈസ് ദി ലോർഡ് ഒരു കുഴിയിലിട്ട് ഈ കുഴിയിലിട്ട് കളയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കൂശ്യനായ എബേദ്മേലേക്ക് ഇതറിഞ്ഞിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ പ്രവാചകനെ അവർ ആ കുഴിയിലിട്ട് കളഞ്ഞു, അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ എബേദ്മേലേക്കിനോട് സിദക്കിയാവ് പറഞ്ഞു, നീ ചെന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊള്ളുക. അങ്ങനെ എബേദ്മേലേക്ക് ചെല്ലുന്നു. അവിടെ അവന് കുറച്ച് പഴന്തുണിയും ഒക്കെ ഇട്ടുകൊടുത്ത് കുറേ ആളുകളെയും കൂട്ടി അവനെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാവൽപുരമുറ്റത്ത് അവനെ പാർപ്പിച്ചു. അവിടെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഏബേദ്മേലേക്ക് എന്ന് പറഞ്ഞ കൂശ്യനായ ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യിരെമ്യാവിനെ ആ കുഴിയിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ ആഹാരമില്ലാതെ മരിക്കാതെ, അവൻ ആ കുഴിയിൽ കിടന്ന് മരിക്കാതെ അവനെ രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം 38-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മക്കളെ നോക്കണം, എന്താണ് നെബൂഖദ്നേസറിനോട് അനുരഞ്ജനപ്പെടുവാൻ ഹല്ലേലൂയ യിരെമ്യാവ് പ്രവചിച്ചുവോ? കാരണം അനുരഞ്ജനപ്പെട്ടാൽ നിനക്ക് ദോഷം വരികയില്ലെന്ന് പറയും. പക്ഷേ നെബൂഖദ്നേസറിനോട് അനുരഞ്ജനപ്പെടുന്നതിന് ഹല്ലേലൂയ പെടാതിരിക്കുന്നതിന് സിദക്കിയാവ് പറയുന്ന കാരണം ഇങ്ങനെയാണ്. സിദക്കിയാവ് യിരെമ്യാവിനോട് പറയുകയാണ്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, ഈ സിദക്കിയാവ് മനുഷ്യരെ ഭയപ്പെടുക, ദൈവത്തെ അല്ല ഭയപ്പെടുന്നത്, മനുഷ്യനെ ഭയപ്പെടുക. എന്നാൽ ആ ദൂതിൻ്റെ സാക്ഷാത്കരണമാണ് 39-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. യിരെമ്യാവ് എന്താണ് പറഞ്ഞത് അത് സംഭവിക്കുന്നു. സിദക്കിയാവ് ദൈവത്തെ അനുസരിക്കാതെ, വചനത്തെ അനുസരിക്കാതെ, പ്രവചനത്തെ അനുസരിക്കാതെ തിരസ്കരിച്ചതുകൊണ്ട് സംഭവിച്ചത്, സിദക്കിയാവിനെ അവർ കണ്ണുകുത്തിപ്പൊട്ടിച്ചു, തൻ്റെ മക്കളെയെല്ലാം കൊന്നുകളഞ്ഞു. തൻ്റെ ഹല്ലേലൂയ പ്രവചനത്തെ തുച്ഛീകരിക്കുവാൻ വേണ്ടി കൂടെ നിന്ന പ്രഭുക്കന്മാരെ മുഴുവനും പ്രൈസ് ദി ലോർഡ് അവർ കൊന്നുകളയുകയും കുറേ ആളുകളെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ ദൂതിന് സമാപ്തി കുറിക്കുവാൻ വളരെ വേഗം ബന്ധപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. ദൈവത്തിൻ്റെ ആലോചന 38-ാം അധ്യായത്തിൽ പറയുന്നത് നിവർത്തീകരിക്കുന്നു. എന്നാൽ ആലോചന നിമിത്തം കുഴിയിലേക്ക് ഇറക്കി വിക്കളഞ്ഞ യിരെമ്യാവിനെ ഹല്ലേലൂയ ഏബേദ്മേലേക്ക് എന്ന കൂശ്യൻ രക്ഷപ്പെടുത്തുന്നത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ഈ അനർത്ഥത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ ബാബേൽ രാജാവും അവൻ്റെ പടയാളികളും വന്ന് ഈ രാജ്യത്തെ പിടിക്കുമ്പോൾ നിഷ്കരണം ബാബേൽ രാജാവിനെ കണ്ണുപൊട്ടിച്ച് തൻ്റെ മക്കളെ കൊന്നുകളഞ്ഞ് പ്രഭുക്കന്മാരെ കൊന്നുകളഞ്ഞ് വാളിന് ഇരയായി പോകുമ്പോൾ ഏബേദ്മേലേക്കിനോട് യിരെമ്യാവ് പറയുകയാണ്, ഈ ദൂതിൻ്റെ സമാപ്തി നീ കാണും. എന്ന് വച്ചാൽ ഞാൻ ഏത് ദൂതാണ് ഇവരോട് പറഞ്ഞത് അത് നിവർത്തീകരിക്കുന്നതിൻ്റെ കണ്ണുകൊണ്ട് കാണും. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, നെബൂഖദ്നേസറിൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന വാളുകൾ നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ ഹല്ലേലൂയ സ്തോത്രം കൊന്നുകളയാതെ നിൻ്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. പ്രവചനം പറഞ്ഞ പ്രവാചകനായി യിരെമ്യാവും പ്രവചനം വിശ്വസിച്ച ഏബേദ്മേലേക്ക് എന്ന കൂശ്യനും ആ അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീയാണ് രാഹാബ്. യോശുവ യെരിഹോവിനെ ഉറ്റുനോക്കുവാൻ വേണ്ടി 2 പേരെ അയക്കുകയും അവരെ യെരിഹോവിലെ രാജാവ് ഒറ്റുകാരെന്ന് കണ്ട് അവരെ കൊന്നുകളയുവാൻ വേണ്ടി പുറകെ ആളയച്ചപ്പോൾ
രാഹാബിൻ്റെ വീട്ടിൽ ഇവർ ചെന്ന് കയറുകയും രാഹാബ് അവരെ ഒളിപ്പിച്ച് ഹല്ലേലൂയ ആ യെരിഹോവിൻ്റെ രാജാവിൻ്റെ ആളുകൾ വന്നപ്പോൾ അവരെ തിരിച്ചയക്കുകയും ചെയ്ത് അവരുടെ ജീവൻ രക്ഷിക്കുന്നൊരു ചരിത്രം 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ ജീവൻ രക്ഷിച്ച ആ ഭക്തന്മാരെ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ അവരുടെ ജീവൻ രക്ഷിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ദൈവമക്കളെ ഈ രാഹാബ് തൻ്റെ കുടുംബം യെരിഹോവിലെ എല്ലാ ആളുകളും കൊല്ലപ്പെടുമ്പോൾ അവിടെ ദൈവം പറയുന്നൊരു ഒരു ആലോചനയുണ്ട്. അവിടെ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ഒരു വസ്തു പോലും എടുക്കരുത്, ശപഥാർപ്പിതമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ യെരിഹോവിലെ വസ്തുക്കളെല്ലാം ശപഥാർപ്പിതമാണ്. അവിടെ മൃഗങ്ങൾ ശപഥാർപ്പിതമായി, അവരുടെ സ്വർണം, അവരുടെ വെള്ളി, അവരുടെ സ്വത്ത് എല്ലാം ശപഥാർപ്പിതം, അതൊന്നും തുടരുതെന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ ആ ശാപഗ്രസ്തമായ ആ ശപിക്കപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് യഹോവയുടെ ഭക്തന്മാരെ രക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് രാഹാബും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നൊരു ചരിത്രം കിടപ്പുണ്ട്. സ്തോത്രം. പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലും രാഹാബ് ശപിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട രാഹാബിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെട്ട അവളെ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ വംശാവലിയുടെ പട്ടികയ്ക്കകത്തും കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഏബേദ് മേലേക്ക് എന്ന കൂഷ്യൻ, പ്രൈസ് ദി ലോർഡ്, രാഹാബ് എന്ന വേശ്യ, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ശപിക്കപ്പെട്ട യെരിഹോവിൻ്റെ പട്ടണത്തിൽ താമസിച്ചവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യഹോവ ഭക്തന്മാരെ രക്ഷിച്ചു മാത്രമല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവർ പറഞ്ഞ ദൂത് അവർ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യിരെമ്യാവ് ഹല്ലേലൂയ പറഞ്ഞ ദൂത് ബാബേൽ ഹല്ലേലൂയ സ്തോത്രം യഹൂദ രാജാവായ സിദക്കിയ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ പ്രഭുക്കന്മാർ വിശ്വസിച്ചില്ല. പക്ഷേ ഏബേദ് മേലേക്ക് വിശ്വസിച്ചു. 2 ആ ഭക്തനെ യിരെമ്യാവിനെ അവൻ്റെ ജീവനെ ഏബേദ് മേലേക്ക് സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഹല്ലേലൂയ സ്തോത്രം ഭക്തന്മാർ പറഞ്ഞ ദൂത് ഈ യെരിഹോവിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ ദൂത് രാഹാബ് വിശ്വസിക്കുന്നു. അവൾ പറയുന്നു, നിങ്ങൾ ഈ രാജ്യം കൈയടക്കുമെന്ന് എനിക്കറിയാം. അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് അവൾ അവരെ സംരക്ഷിക്കുന്നു, അവരുടെ ജീവൻ സംരക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഞാനിവിടെ നിർത്തട്ടെ. യഹോവ പറയുന്ന ദൂത് വിശ്വസിക്കുകയും ഹല്ലേലൂയ അവൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ ഹല്ലേലൂയ യഹോവ സംരക്ഷിക്കും. ഹല്ലേലൂയ ദൈവം അവർക്കൊരു വിടുതൽ വെക്കും. ഹല്ലേലൂയ 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 സ്തോത്രം ആ അനർത്ഥത്തിൽ അവർ പെടുകയില്ല. ഹല്ലേലൂയ യെരിഹോ മതിൽ തകർന്നു, എല്ലാവരും നശിച്ചു. രാഹാബും ആ കുടുംബവും തകർന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സിദക്കിയാവ് പ്രഭുക്കന്മാരും എല്ലാം നെബൂഖദ്നേസറിന്റെ ആളുകളുടെ വാളാൽ വീണു. എന്നാൽ ഏബേദ് മേലേക്കും ഹല്ലേലൂയ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം ദൈവ ആലോചനയിൽ വിശ്വസിക്കുക. 2 ഹല്ലേലൂയ ആലോചന പറയുന്ന ഭക്തന്മാരെ ഹല്ലേലൂയ സംരക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിൽ ആ ദൂതിൽ, ആ അനർത്ഥ ദൂതിൽ നീയും നിന്റെ കുടുംബവും പെടാതെ ദൈവം നിന്നെ രക്ഷിക്കും. യിരെമ്യാവ് പറയുകയാണ്, നീ ഞാൻ പറഞ്ഞ ദൂതിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം, ദൂതുകളിൽ ആശ്രയിക്കാം, അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, കൂശ്യനായ ഏബേദ് മേലേക്ക് കർത്താവേ, യഹോവയുടെ ആലോചന യിരെമ്യാവിലൂടെ കേട്ടപ്പോൾ അത് വിശ്വസിക്കുകയും ആ ഭക്തനെ കർത്താവേ ഹല്ലേലൂയ ദൂത് നിമിത്തം തകർത്ത് കളയുവാൻ ശ്രമിച്ചവരുടെ കയ്യിൽ നിന്നും അവരുടെ ആലോചനയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൂത് നിവർത്തിയായ സമയം അങ്ങ് ആ ഭക്തനെയും രക്ഷിച്ചത്
ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വായിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, അങ്ങയുടെ ദൂത് വിശ്വസിക്കുന്ന, അങ്ങയുടെ ആലോചന ഏറ്റെടുക്കുന്ന അവിടുത്തെ മക്കളെ ഹല്ലേലൂയ സ്തോത്രം രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ നിങ്ങളുടെ ആലോചനയെ തിരസ്കരിക്കുന്നവരല്ല, അതനുസരിക്കുന്നവരും കർത്താവെ അത് പറയുന്നവരെ സംരക്ഷിക്കുകയും ആ ദൂതിനെ സംരക്ഷിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ജനത്തെ ആ മേഖലയിൽ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.